നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പൊതുജനാഭിപ്രായം സ്വരൂപിച്ച് ഹർത്താൽ നിരോധന ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ഹർത്താൽ നിരോധിക്കണമെന്ന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് വലിയ ജനപിന്തുണ കിട്ടി. ഹർത്താൽ നിരോധിക്കണമെന്നതാണ് കേരളത്തിന്റെ പൊതുമനസ്സെന്നതിന്റെ തെളിവാണിതെന്നും രമേശ് മലപ്പുറത്ത് പറഞ്ഞു. മന്ത്രിസഭായോഗത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായെന്നും രമേശ് അറിയിച്ചു. ഹർത്താൽ നിരോധിക്കണമെന്ന അഭിപ്രായത്തിന് വൻ ജനപിന്തുണയാണ് ലഭിച്ചത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് 8 ലക്ഷത്തിലധികം ലൈക്ക് ലഭിച്ചത് ഇതാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ഹർത്താൽ നിരോധിക്കണമെന്ന് വലിയൊരു സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. പൊതുജനാഭിപ്രായം സ്വരൂപിച്ച് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഹർത്താൽ നിരോധന ബിൽ അവതരിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മലപ്പുറത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ഇന്നലെ ഞാനത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ 8 ലക്ഷം ആളുകളാണ് ആ ഫേസ്ബുക്കിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞത്. ലൈക്ക് ചെയ്ത ആളുകൾ ലക്ഷത്തിൽ കവിയുകയാണ്. ഇത് കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അനാവശ്യമായ ഹർത്താലുകൾ നടത്തി ബുദ്ധിമുട്ടിക്കുന്നതിനെതിരാണ് കേരള ജനത എന്നുള്ളതാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നു. മന്ത്രിസഭയിലെ എല്ലാവരും ഹർത്താൽ നിരോധിക്കണമെന്ന തന്റെ നിർദ്ദേശത്തെ പിന്തുണച്ചതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. റിപ്പോർട്ടർ, മലപ്പുറം. ഈ വിഷയം ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ഷഫീർ, KPC മീഡിയ സെല്ലിലെ പ്രതിനിധി, ഡിജോ കാപ്പൻ സാമൂഹ്യ പ്രവർത്തകൻ, ശ്രീ ES ജോസ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മുൻ ചെയർമാൻ, ഒപ്പം AN ഷംസീർ CPI നേതാവ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഷഫീർ, വലിയ നിയന്ത്രണങ്ങൾ ഹർത്താലിൻ്റെ ഭാഗമായി കൊണ്ടുവരിക എന്നതാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. അതായത് ബലം പ്രയോഗിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കടകൾ അടപ്പിക്കുകയോ ചെയ്താൽ അക്കാര്യത്തിൽ കർശനമായി ഇടപെടും, നിയമവ്യവസ്ഥ കർശനമാക്കുമെന്ന്. പിന്നെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പിക്കാൻ പോലീസിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം കൂടുതൽ കർക്കശമാക്കുമെന്നുമൊക്കെയാണ്. ഇപ്പോൾ ഹർത്താലിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് എന്തെങ്കിലും അക്രമങ്ങൾ നടന്നാൽ അതിനെ തടയാനും പ്രതിരോധിക്കാനും ആവശ്യമായ നിയമങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ. അല്ലാതെ ഹർത്താലിൻ്റെ പേരിലായതുകൊണ്ട് അക്രമങ്ങൾ നിയമം വിരുദ്ധമല്ലാതാകുന്നില്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്തിനാണിപ്പോൾ സവിശേഷമായ മറ്റൊരു നിരോധന ബിൽ കൂടി അല്ല നിയന്ത്രണ ബിൽ കൊണ്ടുവരുന്നത്? നിഷാദ്, മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹർത്താൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2014 സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 318 പരം വരുന്ന പ്രാദേശിക ഹർത്താലുകളും ഏകദേശം 7 പരം വരുന്ന സംസ്ഥാന ഹർത്താലുകളും 2014 നടന്നു കഴിഞ്ഞു. ഈ 2015 മാത്രം 4 സംസ്ഥാന ഹർത്താലുകൾ, 2 പൊതു പണിമുടക്കുകൾ നടന്ന സംസ്ഥാനമാണ്. ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം മുതൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അവരെ ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടി ഹർത്താലുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, ഇല്ല നിസ്സംശയം പറയാം. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് ഹർത്താലിന്റെ മറവിൽ ഏത് ഈക്വൽ പാർട്ടികൾ നടത്തുന്ന ഹർത്താലുകൾ പോലും കേരളത്തിലെ പൊതുസമൂഹത്തെ സ്തംഭിപ്പിക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും വ്യാപകമായ അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് നിരവധി തവണ പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലും 2008 ബഹുമാനപ്പെട്ട മരിച്ചുപോയ നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മുൻകൈയെടുത്ത് നടപ്പിലാക്കി കൊണ്ടുവന്ന സംസ്ഥാന നിയമ പരിഷ്കരണ സമിതിയുടെ റിപ്പോർട്ടും 2014 ശ്രീ ഹർത്താൽ നിരോധന ഉത്തരവിനെതിരായി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവും 2015 സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും പാർട്ടിയും കൂടി ചേർന്ന് വിശദമായ ചർച്ചകൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഈ വിഷയം ഹർത്താൽ നിയന്ത്രണ ബില്ലെന്നാൽ ഹർത്താൽ നിരോധനം എന്ന കൂടി വ്യവസ്ഥ അതിലുണ്ട്. അതായത് 3 ദിവസം മുൻപ് ഹർത്താൽ പ്രഖ്യാപിച്ചാൽ അത് അറിയിക്കണം. ഒപ്പം തന്നെ ഹർത്താലിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ അല്ലെങ്കിൽ ജനവിരുദ്ധമായ പ്രവർത്തനം ഉണ്ടാകുമെന്ന് പോലീസ് റിപ്പോർട്ടിന്റെ പിൻബലമുണ്ടെങ്കിൽ സർക്കാരിന് ആ ഹർത്താൽ നിരോധിക്കാൻ കഴിയുമെന്ന്. വിവിധങ്ങളായ സമരങ്ങളുടെ പശ്ചാത്തലമുള്ള നാടാണ് കേരളം. ഹർത്താൽ ഒരു സമരമാർഗമെന്ന നിലയ്ക്ക് അതിനെ അംഗീകരിക്കണം. അതിനിടയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും നിലവിലുള്ള നിയമവ്യവസ്ഥ ഉപയോഗിച്ച് അതിനെ നേരിടണം. അല്ലാതെ ഹർത്താൽ എന്നതിനെ ഭരണകൂട താല്പര്യങ്ങൾക്കനുസരിച്ച് നിരോധിക്കാനും അനുവദിക്കാനും കഴിയുന്ന സംവിധാനമാക്കി മാറ്റുക ഉചിതമല്ല എന്നാണ് ഇക്കാര്യത്തിൽ വിമർശകർ കൈക്കൊള്ളുന്ന നിലപാട്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും അനാവശ്യമായ ഹർത്താൽ, അക്രമ ഹർത്താൽ, വഴിതടയുന്ന ഹർത്താൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഹർത്താൽ, ഇങ്ങനെയൊക്കെ ഹർത്താലിനെ വേർതിരിക്കുക. നമുക്ക് നല്ലൊരു ഓർമ്മയുണ്ടല്ലോ, ബന്ദ് എന്നൊരു സാധനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ബന്ദ് നിരോധിച്ചു. എന്ത് സംഭവിച്ചു? ഹർത്താലായി. ഇനി അത് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ പേര് മാറ്റുകയാണ്, നിസ്സഹകരണ സമരം എന്നാക്കുക. ഗാന്ധി ചെയ്ത കാര്യമാണ്, ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഞാൻ എല്ലാവരോടും നിസ്സഹകരിക്കാൻ പറയുന്നു. ഇതിൽ പേരിൽ ഹർത്താൽ നിരോധന നിയമം ഇത് രാഷ്ട്രീയ നിയമമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അല്ലാതെ നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ, നിഷാദ് ചോദിച്ചതുപോലെ നമുക്ക് കൃത്യമായും ക്രിമിനൽ നിയമങ്ങളുണ്ട്. ഒരാളെ വഴിക്ക് തടഞ്ഞാൽ ഇവിടെ ക്രിമിനൽ നിയമമുണ്ട്. എന്നെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് നിയമമുണ്ട്.
ഞാൻ ഹർത്താൽ വേണോ വേണ്ടോ എന്നുള്ള ഹർത്താൽ വേണ്ടാന്ന് ഇത് ഉണ്ടാക്കിയ ആളുകൾ പോലും പറയുന്നില്ല. അതാലോചിക്കണം, അത് പറയാൻ ധൈര്യമില്ല. ഹർത്താൽ അപ്പം എന്താണ്, ഭരണകൂടം തീരുമാനിക്കും ഹർത്താൽ വേണമോ വേണ്ടയോ എന്ന്. അവിടെയാണ് പ്രശ്നം. ഭരണകൂടം എങ്ങനെ തീരുമാനിക്കുക എങ്ങനെ ഹർത്താൽ നടത്തണമെന്ന്? ഭരണകൂടത്തിനെതിരായ നയങ്ങളാണ് ഭരണകൂട നയങ്ങൾക്കെതിരായ പ്രവർത്തനമാണ് ഹർത്താലെങ്കിൽ ഭരണഘടന എനിക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഈ രാജ്യത്ത് ജനങ്ങളോട് മുഴുവൻ നാളെ രാവിലെ നിങ്ങൾ ആരും കട തുറക്കരുത്, നിങ്ങൾ പുറത്തു പോകരുത്, ഈ ഗവൺമെൻറ്റിൻ്റെ നയം തെറ്റാണ്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അല്ലെങ്കിൽ മോഡി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇനി വരാൻ പോണ സർക്കാരിൻ്റെ നയം തെറ്റാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ജില്ലാ കളക്ടർ നയം തെറ്റാണെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും കട തുറക്കരുത് കൊച്ചി നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. അത് പറയാനുള്ള അവകാശം ഇവരെങ്ങനെ റദ്ദാക്കുക? അത് പറയാനുള്ള അവകാശം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടന നിലനിൽക്കുന്നതല്ല. അക്രമം ചെയ്യാൻ ഇന്നും അവകാശമില്ല, അത് റദ്ദാക്കാൻ ഇവിടെ അതിനുവേണ്ടി നിയമവും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ട് ഞാൻ കാണുന്നുള്ളതിനാണ്. എൻ ശംസീർ, താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അതായത് ഹർത്താലിൽ ഉണ്ടാകുന്ന അക്രമങ്ങളുടെ പേര് പറഞ്ഞ് ഹർത്താലിൽ എന്തെങ്കിലും അക്രമം ഉണ്ടാകുമെന്ന് സർക്കാരിന് മുൻകൂർ വിവരം പോലീസ് വഴി ഉണ്ടെങ്കിൽ അത് നിരോധിക്കാൻ സർക്കാരിന് കഴിയുമെന്നതാണ് പുതിയ നിയമത്തിൽ കൊണ്ടുവരാൻ പോകുന്ന വ്യവസ്ഥ. അതായത് ഭരണകൂടത്തിന് താല്പര്യമുള്ളതും ഇല്ലാത്തതുമായി വകതിരിച്ച് അതിനെ നിരോധിക്കാനും അനുവദിക്കാനും കഴിയുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഈ നിരോധനം വലിയ തോതിൽ ഫേസ്ബുക്കിൽ 8 ലക്ഷത്തോളം ആളുകളുടെ പിന്തുണ കിട്ടിയതുകൊണ്ട് ജനങ്ങളാകെ ഈ തീരുമാനത്തോടൊപ്പമാണ് എന്ന് മനസ്സിലാക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് അതിനെ? ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട്. ഇവിടെ ജനാധിപത്യ സമരത്തിന്റെ രൂപമായി തന്നെയാണ് ഹർത്താൽ നാം നോക്കിക്കാണേണ്ടത്. ഹർത്താലുകളും പൊതുപണിമുടക്കുകളും എല്ലാം ഈ രാജ്യത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന വികാരത്തിന്റെ ഭാഗമായാണ്. ഇപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 2-ാം തീയതി ഐക്യ ട്രേഡ് യൂണിയനുകൾ നടത്തിയ പ്രക്ഷോഭം അത് ട്രേഡ് യൂണിയൻ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട. എന്തുകൊണ്ടെന്ന് കേരളത്തിലെ സർക്കാർ, UDF സർക്കാർ ഒരു ഭാഗത്ത് ജനാധിപത്യം അട്ടിമറിക്കാൻ സ്വേച്ഛാധിപത്യത്തിലേക്ക് നാടിനെ കൊണ്ടുപോകാൻ കേന്ദ്രം ഭരിക്കുന്ന BJP അതിനുതകുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ഇവിടെ സ്വീകരിക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പാർട്ടിയാണല്ലോ കേരളം ഭരിക്കുന്നത്. അവർ ഹർത്താലിനെതിരെ ഓരോ ഘട്ടത്തിലും പ്രതിഷേധിച്ചവരും പ്രസംഗിച്ചവരുമാണ്. എന്നാൽ അവർ തന്നെ എത്ര ഹർത്താൽ നടത്തിയെന്നൊരു ആത്മവിശ്വാസം അവർ നടത്തുന്നതാണ്. ഹർത്താലിനെതിരെ പ്രസംഗിച്ചവർ, ഹർത്താലിനെതിരെ പ്രകടനം നടത്തിയവർ, ഹർത്താലിനെതിരെ മുദ്രാവാക്യം വിളിച്ചവർ, അവർ തന്നെ ഹർത്താൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വെറും കാപട്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കിനപ്പുറത്ത് ഇതൊന്നും ഞങ്ങൾ നോക്കിക്കാണുന്നില്ല. ഡിജോ കാപ്പൻ, അതായത് സംസ്ഥാനത്ത് ഒരു ഹർത്താൽ ഏതെങ്കിലും ഒരു സംഘടന പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും ഇവിടുത്തെ ആളുകൾ പെട്ടെന്ന് അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും ഹർത്താലിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിവിടെ എല്ലായ്പ്പോഴും കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധങ്ങൾ അങ്ങനെ ഉയർന്നു വന്ന് കാണാറില്ല. പരമാവധി യാത്ര ഒഴിവാക്കുക, അത്തരം പൊതുപരിപാടികളൊക്കെ ആളുകൾ ഒഴിവാക്കുകയാണ്. ഇത് ഭീരുത്വം കൊണ്ട് മനുഷ്യൻ സ്വയം ബന്ധിയാവുകയാണോ ചെയ്യുന്നത്, അതോ ഇതൊക്കെ നമ്മുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്, ഇത് കാലാകാലങ്ങളായി ഇങ്ങനെ തുടരുന്നു എന്നതിനോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ജനാധിപത്യ രാജ്യത്തിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ട്. പക്ഷേ എന്നും ഈ പ്രതിഷേധത്തിൻ്റെ ഒരു ഭൂമി കേരളം മാത്രമാവുക. നമ്മളിവിടെ നടന്ന ഹർത്താലുകളെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കുക. കേരളത്തിൽ ഇന്ത്യയിലെ ഡീസൽ പെട്രോളിന് വില വർദ്ധിപ്പിക്കുമ്പം കേരളത്തിൽ മാത്രം എന്നും ഹർത്താൽ. ആ ഹർത്താൽ കൊണ്ട് ഏതെങ്കിലും ഒരു ഡീസൽ വില പിറ്റേ ദിവസം കുറച്ച ഒരു അനുഭവം എനിക്ക് കേൾക്കാനില്ല. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ സംഘർഷമുണ്ടായി ആളുകൾ മരിച്ചു കഴിയുമ്പം അതിനൊരു ഹർത്താൽ പ്രഖ്യാപിക്കും. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ കൊലപാതകത്തിൻ്റെ എണ്ണം കുറഞ്ഞില്ലല്ലോ. ഇത് ഹർത്താൽ അങ്ങ് അടിച്ചേൽപ്പിച്ച് വെച്ചിട്ട് ആളുകൾ കടയടയ്ക്കുന്നത് ഹർത്താൽ അനുകൂലികളോടുള്ള ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ ആ ഹർത്താലിൻ്റെ ആവശ്യത്തിനോടുള്ള കൂറുകൊണ്ടോ അല്ല. പിറ്റേ ദിവസം ഹർത്താൽ അനൗൺസ് ചെയ്ത രാഷ്ട്രീയ കക്ഷി, അത് ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും പറയും ഹർത്താൽ പൂർണ്ണ വിജയമായിരുന്നെന്ന്. അവർക്ക് വിജയമായിരുന്നെന്ന് വേണേൽ പറയാം. എങ്ങനെയാണ്? അടുത്ത ഹർത്താലിന് നിങ്ങൾ ഇഷ്ടമുള്ളവർ മാത്രം ഓഫീസിൽ പോകാതെ ഞങ്ങളോടൊപ്പം പ്രതിഷേധിക്കുക, ഇഷ്ടമുള്ള ആളുകൾ കട തുറന്നു വെച്ചുകൊള്ളുക, ഇഷ്ടമുള്ള ആളുകൾ കട അടച്ച് ഞങ്ങളോട് സഹകരിക്കുക. ഇത് പറഞ്ഞതിന് ശേഷം കട അടച്ചു കിടന്നു, ഓഫീസുകളിൽ ഹാജരില്ലായിരുന്നു എങ്കിൽ ഹർത്താൽ വിജയിച്ചെന്ന് പറയാം. ഇവിടെ ഹർത്താൽ അനുകൂലികൾ പിറ്റേന്ന് റോഡിലേക്ക് ഇറങ്ങി ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് വരെ തടയുന്ന ചിത്രങ്ങളാണ് വാർത്താമാധ്യമങ്ങളിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ പോകാനുള്ളവർ പോലും മരിച്ചാൽ മരിക്കട്ടെ, പോയി തല്ലും കൂടെ മേടിച്ചിട്ട് എൻ്റെ പിതാവ് മരിക്കണ്ടല്ലോ, അല്ലെ രോഗിയായ എൻ്റെ അമ്മ മരിക്കണ്ടല്ലോ എന്നുകൊണ്ട് പല ആളുകളും ആശുപത്രി പോലും കൊണ്ടുപോകാതെയുണ്ട്. അപ്പം അതുകൊണ്ട് കേരളത്തിൽ മാത്രം, ഇന്ത്യയിലോ മൊത്തം കഴിഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതി പണിമുടക്കി എന്ന് പറയുന്നു. എവിടെയൊക്കെ ഉണ്ടായിരുന്നു പണിമുടക്കിൻ്റെ ആഘാതം? കേരളത്തിൽ ഏത് ഹർത്താൽ വെച്ചാലും അതിനോടനുബന്ധിച്ച് പിറ്റേ ദിവസം വൈകിട്ട് ബീവറേജ് കോർപ്പറേഷന്റെ മുന്നിൽ വലിയ ക്യൂവും അതിനോടനുബന്ധിച്ച് താങ്കൾ ഈ ഇതിലെ വ്യവസ്ഥകൾ കാണുന്നുണ്ടോ? രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയും പ്രകാരം വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നത് ബലമായി തടയുകയോ
അല്ലെങ്കിൽ ആളുകളുടെ കച്ചവടം ചെയ്യാനുള്ള സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്തുകയോ ചെയ്താൽ അതിനെ നേരിടാൻ കർശനമായ നിയമവ്യവസ്ഥ കൊണ്ടുവരും എന്നതാണ്. നിലവിലും അത്തരം വ്യവസ്ഥകൾ ഉണ്ടല്ലോ. പലതവണ ഇത്തരം കച്ചവട സ്ഥാപനങ്ങളും പൊതുമുതലും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനെയൊക്കെ കർശനമായി നേരിടാത്തതുകൊണ്ടാണ് അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. പുതിയ എന്തെങ്കിലും ഒരു നിയമം വന്നാൽ അതിൻ്റെ ഭാഗമായി ഇത്തരം അക്രമങ്ങളെല്ലാം ഇല്ലാതാകുമെന്ന പ്രതീക്ഷ ഈ കച്ചവട സമൂഹത്തിനുണ്ടോ? ഇതുവരെ ഒറ്റപ്പെട്ട ഈ പ്രശ്നങ്ങളാണ് അക്രമങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തെ അതിക്രമിച്ച് കയറുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമമനുസരിച്ചുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ കഴിയില്ല. വഴിയിൽ തടയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനുള്ള നടപടിയുണ്ട് പരാതിപ്പെട്ടാൽ. പക്ഷേ ഇവിടെ പലപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ പരാതിപ്പെടാതെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കീഴിലേക്ക് പോയി അവരെ കൊണ്ട് ഒത്തുതീർപ്പാക്കുന്ന ഒരു പ്രവണത കൂടി വന്നത് അപകടമായി. ഇതുകൊണ്ടുള്ളത് തന്നെയാണ് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി സ്വസ്ഥമായിട്ടിരിക്കാം, നാളെ അവരോട് വഴക്കിടാൻ കഴിയില്ല എന്ന് വരുന്ന പൊതുസമൂഹത്തിൽ പുതുതായി ഉയർന്നു വന്നിട്ടുള്ള ഒരു സമീപന രീതി ഹർത്താൽ ആഘോഷിക്കുന്നവരിലേക്കും ഹർത്താൽ പ്രഖ്യാപിക്കുന്നവരിലേക്കും ഇത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് എൻ്റെ കുഴപ്പങ്ങൾ. അല്ലാതെ ഇതിനകത്ത് വേറെ പ്രശ്നമില്ല. നമ്മൾ ശരിയായ രീതിയിൽ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യർ നാടിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഒരു ജീവിതകാലം അർപ്പിച്ചിട്ടുള്ള സേവനങ്ങളെ പ്രതി അദ്ദേഹത്തിന് മരണശേഷം നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ ഹർത്താൽ ആചരിക്കുന്നുണ്ട്, അതിനുണ്ട്. പക്ഷെ ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, ബലമായി ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്ര ദിവസം ഹർത്താൽ നടത്തിയിട്ട് ഏതെങ്കിലും ഒരു ഹർത്താൽ അനുകൂലമായി അവർക്കൊരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ല. എന്നതാണ് ചോദ്യം. ഒന്ന്, സർക്കാരിൻ്റെ താല്പര്യമനുസരിച്ച് പോലീസ് റിപ്പോർട്ടുണ്ട് എന്ന കാരണം പറഞ്ഞ് വേണമെങ്കിൽ ഹർത്താൽ നിരോധിക്കാൻ കഴിയും. അപ്പോഴെല്ലാം അവിടെ കടന്നു വരിക ഭരണകൂട താല്പര്യമായിരിക്കും. മറ്റൊന്ന്, എല്ലാത്തരം അക്രമങ്ങളെയും ചെറുക്കാൻ നിലവിൽ ആവശ്യമായ നിയമമുണ്ടെന്നിരിക്കെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് അത് തടയാൻ കഴിയുമോ എന്നതാണ്. നമുക്കറിയാം, ഈ സർക്കാരുടെ അധികാരത്തിലിരിക്കുമ്പോൾ KM മാണിക്ക് ബാർ കോഴക്കേസിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലായിൽ ഹർത്താൽ നടന്നിട്ടുണ്ട് UDFൻ്റെ നേതൃത്വത്തിൽ എന്നോർക്കണം. അത് ഈ സർക്കാർ ഭരിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു നിയമം വന്നാൽ ഈ സർക്കാർ പോലീസ് റിപ്പോർട്ടിൻ്റെ പേരിൽ UDF നടത്തുന്ന അത്തരം ഹർത്താലുകളെ നിരോധിച്ച് കളയുമെന്ന് കരുതാൻ തരമുണ്ടോ? അപ്പോൾ അതാണ് UDFും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെയും പശ്ചാത്തലമെന്നിരിക്കെ ഇപ്പോൾ ഈ കൊണ്ടുവരുന്നതൊക്കെ വെറും പൊളിറ്റിക്കൽ ഗിമ്മിക്സ് ആണ് എന്ന് ആരോപിക്കുന്നവർക്ക് കരുത്തു കൂടും. അങ്ങനെയല്ല നിഷാദ്. ഇതിനകത്ത് ഹർത്താൽ നിരോധന ബില്ലല്ല ഇവിടെ പാസ്സാക്കാൻ വേണ്ടി പോകുന്നത്. ഹർത്താൽ നിയന്ത്രണ ബില്ലാണ് പാസ്സാക്കാൻ പോകുന്നത്. അത് ആദ്യമേ തന്നെ പറയാം. രണ്ട്, എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത് ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ വ്യക്തമാണ് ഉത്തരം. 2015 മാർച്ച് മാസം 14 തീയതി HL ദത്തു അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഫുൾ ബെഞ്ച് പറഞ്ഞു, ഹർത്താലുകൾ നിരോധിക്കാൻ കഴിയില്ല. ഹർത്താലുകൾ ആഹ്വാനം ചെയ്താൽ അത് മാധ്യമങ്ങളിൽ വരരുത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഹർത്താലിൻ്റെ മറവിൽ ആർട്ടിക്കിൾ 19 പ്രകാരം ഒരു പൗരനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അവന് നടന്നു പോകാനും ജീവിക്കാനും സുരക്ഷിതമായി കഴിയാനുമുള്ള അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് അക്രമ പ്രവർത്തികൾ ഏതെങ്കിലും ഉണ്ടായാൽ സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണത്തിലൂടെ അതിനെ ചെറുക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1998 ഇന്ത്യക്കാകെ മാതൃകയായി ബന്ദ് നിരോധിക്കുകയും 2011 പാതയോരത്തെ പൊതുയോഗങ്ങൾ നിരോധിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ മാതൃക കാണിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അട്രോസിറ്റീസ് അല്ല. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. 3 ദിവസം ഹർത്താലുകൾ നിങ്ങൾ ആഹ്വാനം ചെയ്തോ? ഹർത്താലുകൾ ആഹ്വാനം ചെയ്യുന്നവർ 3 ദിവസങ്ങൾക്ക് മുമ്പ് നോട്ടീസ് നൽകണം. അക്രമമില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനകത്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാൻ എല്ലായ്പ്പോഴും ഈ ഹർത്താലുകളുടെ പ്രഖ്യാപനം 3 ദിവസമോ അതിന് മുൻപോ ഒക്കെ തന്നെയും ഉണ്ടാവാറുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. പരമാവധി സമാധാനത്തോടെയും ആരെയും തടയില്ല എന്നൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലായ്പ്പോഴും ഉറപ്പ് നൽകുന്നതാണ്. പക്ഷേ സംഭവിക്കുന്നതിന് വിരുദ്ധമായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ അതിൽ കർക്കശമായി ഇടപെടാനാവുന്ന തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ നമുക്ക് മുൻപിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ രാഷ്ട്രീയ നാടകം എന്നതാണ്. അത് ഫലപ്രദമായി നടപ്പിലാക്കിയാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഇത്തരം പ്രവർത്തനങ്ങൾ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇക്കാര്യത്തിൽ കുറ്റക്കാരുടെ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരല്ല. ഞങ്ങൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ഹർത്താലുകളെയും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ഹർത്താലിൻ്റെ മറവിൽ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തകർത്തുകൊണ്ട് അക്രമ പ്രവർത്തനങ്ങൾ നടത്തില്ല എന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു ധാർമ്മികപരമായ ഒരു തീരുമാനമെടുത്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. താങ്കൾ ചൂണ്ടിക്കാട്ടിയ വലിയ സമരത്തിന്റെ പശ്ചാത്തലമുള്ള ഒരു നാടാണിത്. ഒപ്പം തന്നെ ഹർത്താലിന് ആഹ്വാനം ചെയ്യാൻ
ഉള്ള നമ്മുടെ മൗലികമായ അവകാശം അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള നമ്മുടെ അവകാശം അതിന്മേലൊക്കെ ഭരണകൂടത്തിന് അവരുടെ താല്പര്യം ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ തടയിടാൻ കഴിയുന്ന നിയമമായി ഇത് പരിണമിച്ചേക്കാം. പക്ഷേ ഫേസ്ബുക്കിൽ നവമാധ്യമത്തിൽ ഇത് ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പിന്തുണ കിട്ടുന്നുണ്ട്. ആളുകൾ അദ്ദേഹത്തെ വല്ലാതെ അഭിനന്ദിക്കുന്നു. 8 ലക്ഷത്തോളം ആളുകൾ പിന്തുണ അറിയിച്ച് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നു. പുതിയ തലമുറ ഒന്നാകെ ഈ തരം അവകാശ ലംഘനത്തിൻ്റെ പശ്ചാത്തലം അറിഞ്ഞോ അറിയാതെയോ ഇതിൽ അദ്ദേഹത്തെ അനുകൂലിച്ച് നിലപാട് കൈക്കൊള്ളുന്നുണ്ട്. അല്ല, ഇവിടെ ഈ ഫേസ്ബുക്കിൽ ലൈക്ക് വരുന്നതിനെ കുറിച്ച് ഞാൻ അത്ര വലിയൊരു വേലാതിയൊന്നുമില്ല. ഇവിടെ വില കണക്കുകളൊക്കെ ഉണ്ട്. ആർക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ലൈക്ക് വന്നിട്ടുള്ളതെന്ന്, ഏതാൾക്കാണെന്നൊക്കെ ഉള്ളത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. അതിപ്പോൾ ഈ മാധ്യമം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊരിക്കലും കേരളത്തിലെ ജനങ്ങളുടെ വികാരമായത് എടുക്കാനും പറ്റില്ല. മറിച്ച് ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഹർത്താലിനെതിരല്ല. പിന്നെ എന്തിനെതിരെ? 19(1) ഹർത്താൽ ആഹ്വാനം ചെയ്യാനുള്ള അവകാശം, BCDEFG എന്ന് പറയുന്നത് നിങ്ങളുടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതിൽ നിങ്ങൾക്ക് അവകാശം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ അവകാശം തടയാൻ അതിനും അവകാശമുണ്ട്. തടയുന്നതിന് എതിരായിട്ട് അവകാശമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിയമമുണ്ട്. നേരത്തെ ഇപ്പോൾ തന്നെ ഒരു നിയമമുണ്ടല്ലോ, പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരായ നിയമം. ഒരു സമരം ചെയ്താൽ പൊതുമുതൽ നശിപ്പിച്ചാൽ അതിന് ആഹ്വാനം ചെയ്ത പാർട്ടിക്കാർ അതിൻ്റെ പണം കൊടുക്കണം. അവിടെ നിയമമുണ്ട്. ഒരാളെ തടഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ES ജോസ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് കോടതി പോകാം, പോലീസിന് വരാം, ഇടപെടാം, ക്രമസമാധാന പ്രശ്നങ്ങൾ. വേറൊരു കാര്യമുണ്ട്, കേരളീയ സമൂഹത്തിൽ ഒരു കാര്യം ഇപ്പോൾ ഇവർ ആരൊക്കെ പറഞ്ഞാലും ഹർത്താൽ നന്നായി ആഘോഷിക്കുന്ന ഒരു വിഭാഗവും കേരളത്തിലുണ്ട്. അതാണ് ഹർത്താലുണ്ടോയെന്ന് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാലോ. രാത്രി വിളിച്ചു ചോദിക്കുന്നത്, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഒരു ഹർത്താലുണ്ടോ ചോദിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബിവറേജസിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട്. പ്രശ്നം അതല്ല. ഹർത്താൽ നിരോധിച്ച നാളെ നിസ്സഹകരണ സമരം എന്ന് പറഞ്ഞാൽ ഇവരെന്താ ചെയ്യുക? ഞാൻ നോൺ കോപ്പറേഷൻ സമരം എന്ന് പറയാൻ പോകുന്നത്. ബന്ദ് നിരോധിച്ചിട്ട് എന്ത് സംഭവിച്ചു? ബന്ദ് നിരോധിച്ച കാര്യം അദ്ദേഹം പറഞ്ഞു. ബന്ദ് നിരോധിച്ചിട്ട് എന്ത് സംഭവിച്ചു? ബന്ദ് എന്ന് പേര് മാറ്റി ഹർത്താലായി. ഇനി നാളെ പണിമുടക്കുന്നോ നിസ്സഹകരണമെന്നോ പറഞ്ഞാൽ എങ്ങനെയാണ് നേരിടുക? മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിഷാദ് പറഞ്ഞത് തന്നെയാണ്. ഇതിൽ ഭരണകൂടം എങ്ങനെ ഈ ഹർത്താൽ ശരി, ഈ ഹർത്താൽ തെറ്റ് എന്ന് ഭരണകൂടം എങ്ങനെ തീരുമാനമെടുക്കും? ഞങ്ങൾ 3 ദിവസം മുമ്പ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാലോ, TP ചന്ദ്രശേഖരൻ മരിച്ച് പിറ്റേ ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചത് കോൺഗ്രസ്, UDF. ഞാനത് അതിൻ്റെ രാഷ്ട്രീയം പറയല്ല. വേണ്ടിവരും. ഹർത്താൽ അങ്ങനെ 3 ദിവസം ചിലപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അടിയന്തരമായ ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടായാൽ ഹർത്താൽ വേണ്ടിവരും. ഗാന്ധിജിയും നിയമലംഘന സമരം നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നിയമം കൊണ്ടുവന്നാലും സമരം ചെയ്യേണ്ട ആളുകൾ നിയമം ലംഘിച്ചു എന്ന് വരും. അത് അവരുടെ അവകാശം. അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാറാവണം. ഞാനൊരു നിയമം ലംഘിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാവണം. ആ അർത്ഥത്തിൽ നിയമം എന്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഞാനീ പറയുന്നത് ഈ ഒരു നിയമം അല്ല വേണ്ടത്. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, പൊതുസമൂഹം വിശ്വസിക്കണം, ഞങ്ങൾ അക്രമം ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ ഞാൻ 100% ഹർത്താലിനെ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷേ അക്രമം ചെയ്യില്ല എന്ന് തീരുമാനിക്കേണ്ട രാഷ്ട്രീയ കക്ഷികളാണ്. അവർ തീരുമാനിക്കുമോ? നേരെ നിഷാദ് ചോദ്യം ഉണ്ടല്ലോ, മാണിക്കെതിരെ കേസ് വന്നപ്പോൾ മാണിയെ രക്ഷിക്കാൻ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് അത് ഞാനതിനെ കുറ്റം പറയല്ല. അവരുടെ ഒരു ആവേശമായിരിക്കും. പാലക്കാർക്ക് മാണിയെ രക്ഷിക്കണമെന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അവരത് ആവേശം കാണിക്കും. അവിടെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ, പാലയിൽ എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ പോകാം. എനിക്കതിന് ഡിജോ കാപ്പൻ ഇക്കാര്യത്തിൽ നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആളുകൾ ഹർത്താലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യമോ മൗലികാവകാശമോ തടയപ്പെടുമ്പോൾ അതിന് നിയമ നടപടിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ്. ഇപ്പോൾ നവമാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാധ്യമങ്ങൾ ഹർത്താൽ ആഹ്വാനങ്ങൾ കൊടുക്കാതിരുന്നാൽ ഇതൊക്കെ തന്നെയും വിജയിക്കാതിരിക്കും. കാരണം എന്തെങ്കിലും ഒരു ഹർത്താൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് കേട്ടാൽ അത് ആചരിക്കാൻ കാത്തിരിക്കുന്നവരാണ് മലയാളികൾ. ഈ വാർത്ത വന്നില്ലെങ്കിൽ ഇതൊന്നും ഒരിടത്തും വിജയിക്കാൻ പോകുന്നില്ല. എല്ലായിടത്തും ഇറങ്ങി ഇത് വിജയിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുകയുമില്ല എന്നതാണ്. അപ്പോൾ മലയാളി പൊതുബോധം എന്ന് പറയുന്നത് ഹർത്താലിനോട് പൂർണ്ണമായും താതാത്മ്യപ്പെട്ടു പോകുന്നത് ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ വിജയിപ്പിച്ച് കൊടുത്തേക്കാമെന്നാണ്. അങ്ങനെ അങ്ങ് അത്രമേൽ അസഹിഷ്ണുവായിരിക്കുകയാണോ കേരളത്തിലെ മലയാളികൾ ഹർത്താലിനോട്? ഇത് വേഗം നിരോധിക്കണമെന്ന നിലപാടുള്ളവരാണോ അവർ? അല്ല, ആരാണ് ഇതിനകത്ത് കേസ് കൊടുക്കണം എന്നിപ്പോൾ പറയുന്നത്? ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം മാതാപിതാക്കളോടൊപ്പം നിൽക്കാനായി ട്രെയിനിൽ കയറുന്ന യാത്രക്കാരൻ, അവൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഹർത്താലില്ല കേരളത്തിൽ. അവൻ കേരളത്തിൽ വന്നിറങ്ങുമ്പോൾ അവന് വീട്ടിൽ പോകാൻ മാർഗമില്ല, ഹർത്താലാണെന്ന് പറയപ്പെടുന്നു. തലേ ദിവസം വൈകിട്ട് മാവും ഉഴുന്നും അരച്ച് വെച്ചിരിക്കുന്ന ചായക്കടക്കാരൻ രാത്രി 8 മണിയാകുമ്പോൾ അറിയുന്നു പിറ്റേ ദിവസം താൻ കുഴച്ചു വെച്ച മാവ് എടുത്ത് കളയണമെന്ന്. പച്ചക്കറിക്കടക്കാരനും പഴം വിൽക്കുന്നവനും അവൻ പഴുപ്പിച്ച് പിറ്റേ ദിവസം മാർക്കറ്റിൽ വിൽക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പഴം അവന് ഒരു ദിവസം കഴിയുമ്പോൾ എടുത്ത് കളയുന്നു. ഇങ്ങനെയുള്ള ആളുകൾ നാളെ കേസിന് പോയാൽ അവൻ്റെ കടയിൽ ഈ രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകരാരെങ്കിലും കയറി ചായ കുടിക്കുകയോ പഴം പച്ചക്കറി സാധനങ്ങൾ മേടിക്കുകയോ ചെയ്യുമോ? ഡൽഹിയിൽ നിന്ന് 4 ദിവസം മാതാപിതാക്കളോടൊപ്പം നിൽക്കാൻ വന്നവന് അവന് വീട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവനിവിടെ കേരള ഹൈക്കോടതി കേസ് കൊടുക്കാൻ നേരമില്ല. അപ്പോൾ അസംഘടിതരായ ആളുകളുടെ മേലാണ് രാഷ്ട്രീയ കക്ഷികൾ കുതിര കയറുന്നത്. ജസ്റ്റിസ് KT ശങ്കറിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നവരുടെ പേരിൽ നിന്ന് അത് ഈടാക്കണമെന്ന്.
അതിനുശേഷം കേരളത്തിൽ പൊതുമുതൽ നശീകരണം വളരെ കുറഞ്ഞു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഇവിടെ ഒരു നല്ല ട്രാൻസ്പോർട്ട് കമ്മീഷണർ വന്നപ്പോൾ നടപടി തുടങ്ങി. കേരളത്തിലെ പല ബാർ ഹോട്ടലുകാരും ക്ലബ്ബുകാരും അവിടെ പെയ്ഡ് ഡ്രൈവർമാരെ നിർത്തി മദ്യപിച്ചേച്ച് പോകുന്ന മെമ്പർമാരെ വീട്ടിൽ കൊണ്ടേയാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിയമമുണ്ട്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ആർജവമുള്ളവരുണ്ടെങ്കിൽ സ്വാഭാവികമായും നിയമം അനുസരിക്കും മലയാളികൾ. അത് രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും അനുസരിക്കും, അല്ലാത്ത പ്രവർത്തകരാണെങ്കിലും അന്വേഷിക്കും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ ഹർത്താൽ അനൗൺസ് ചെയ്യുമ്പം ഹർത്താലിനോട് ആഭിമുഖ്യമുള്ളത് കൊണ്ടല്ല, പേടിച്ചിട്ട് അവൻ്റെ കട ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുമെന്ന് പേടിയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇറങ്ങിയാൽ എനിക്ക് ടേറ് കിട്ടുമെന്ന് പേടിയുള്ളത് കൊണ്ടാണ് ഹർത്താലിനെ അനുകൂലിച്ച് അതിന്റെ ഹർത്താൽ മറ്റൊരു രൂപത്തിൽ ബന്ദ് ഹർത്താൽ ആയതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നിസ്സഹകരണ സമരമായി മാറിയാൽ ഇത് തന്നെ ആവർത്തിക്കപ്പെടില്ലേ? അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ അങ്ങ് ഒഴിവാക്കി കളയാൻ കഴിയുന്ന ഒന്നാണോ ഇത്? ഇപ്പോൾ കച്ചവടക്കാർക്ക് കട തല്ലിപ്പൊളിക്കുന്നത് മാത്രമല്ല, ഒരു ദിവസം അപ്രതീക്ഷിതമായി കടകൾ അടച്ചിട്ടാൽ വലിയ തോതിൽ സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും. അത് പരിഹരിക്കാൻ പോകുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പോകുന്നു സർക്കാർ എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അതോ പുതിയ നിയമവും ഒരുപാട് അപകടങ്ങൾ ബാക്കി വെക്കുന്നവയാണോ? അപകടങ്ങളൊന്നും ബാക്കി വെക്കില്ല. തീർച്ചയായിട്ടും ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഇത് പല രൂപത്തിൽ ഒരു നമ്മളിവിടെ സംസാരിച്ചതിൽ പല രൂപത്തിൽ മറ്റൊരു വരുമായിരിക്കും. ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്നവർ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലിപ്പോൾ ഏറ്റവും വലിയ 60 ദിവസത്തോളമായി 3 സെൻറ്റിലും 4 സെൻറ്റിലും ഒക്കെ താമസിക്കുന്ന പലരും കച്ചവടക്കാരും അല്ലാത്തവരുടെയും കുടുംബം ജപ്തി ചെയ്തിരിക്കുന്ന ബാങ്ക്, അതിന് വേണ്ടിയുള്ള സമരം കുത്തിയിരുന്ന് സമരം നടത്തുന്നു. അതാരെങ്കിലും കാണുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളൊക്കെയാണ്. ഓരോ ദിവസം നഷ്ടപ്പെടുന്ന കാപ്പം പറഞ്ഞതുപോലെ അവനൊരു ദിവസം നഷ്ടം വരുന്നത്. ആ നഷ്ടത്തിൻ്റെ അത് പല ദിവസത്തെ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് തിരുത്താൻ അത്ര എളുപ്പമല്ല. അവർ ഇടപെടാൻ തയ്യാറാവില്ല. അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഹർത്താൽ കൊണ്ട് ദോഷം വരുന്നു. ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ തന്നെ ചിലപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇതിനും കൂടി ഈ അടച്ചുപൂട്ടലിനും ജപ്തിക്കും എതിരായിട്ട് നേരം നിൽക്കുന്ന വലിയൊരു കാഴ്ച കൂടി നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇത് കാണിക്കുന്ന ഇങ്ങനെ ഒരു നടപടിയെടുത്ത് അത് ഫലപ്രാപ്തി ആവുമെങ്കിൽ ഞങ്ങളെപ്പോലെ വ്യവസായികളും വ്യാപാരികളൊക്കെ നഷ്ടപ്പെടും. ഇവിടെ ചെറുകിട വ്യവസായികൾ അവർ റോ മെറ്റീരിയൽ കിട്ടാനുള്ള വിഷമങ്ങൾ, അതുണ്ടാക്കിയാൽ വിൽക്കാനുള്ള പ്രയാസങ്ങൾ, അതിനുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രയാസങ്ങൾ, ഇതെല്ലാം ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹർത്താലിൻ്റെ ദുരന്തവും അതിലൊന്നു തന്നെയാണ്. അതും കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ മേഖലയിൽ പുതിയ തൊഴിലിന് പോലും വാണിജ്യ വ്യവസായ മേഖലയിലേക്ക് വരാൻ പുതിയ എന്റർപ്രണർ തയ്യാറാകുന്നില്ല. ഷഫീർ, ഇക്കാര്യത്തിൽ ഏതായാലും പൊതുജനാഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷം ഭൂരിപക്ഷ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ഈ നിരോധന ബിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ പൊതുജനാഭിപ്രായം വിഭിന്നമാണെങ്കിലും അക്കാര്യത്തിലൊരു തീരുമാനം വൈകിയാലും ഒക്കെ തന്നെയും കോൺഗ്രസ് പാർട്ടി ഇനി മേലാൽ ഒരിടത്തും ഒരു പ്രാദേശിക ഘടകം പോലും ഹർത്താൽ പ്രഖ്യാപിക്കില്ല എന്ന തീരുമാനമെടുത്തതിന് ശേഷമാണോ ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്? നിഷാദ്, ഇത് ഹർത്താൽ നിരോധന നിയമമല്ല, ഹർത്താൽ നിയന്ത്രണ ബില്ലാണ് വരാൻ പോകുന്നത്. മാത്രമല്ല ഇത് വെറുതെ ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ഓർഡിനൻസ് ആയിട്ട് ഇറക്കുകയല്ല. പ്രതിപക്ഷം CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഇരിക്കുന്ന നിയമസഭയിൽ അത്തരം ചർച്ചകളിലൂടെയാണ് തീർച്ചയായും കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ കൊണ്ടുവന്നാൽ അത്തരം ചർച്ചകൾ പരാജയപ്പെട്ടാലും നിങ്ങൾ അത് കൊണ്ടുവരുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ഇനി മേലാലൊരിടത്തും ഹർത്താൽ പ്രഖ്യാപിക്കില്ല എന്ന തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ എന്നതാണ്. ഞങ്ങൾ ഒരു കാര്യം നിഷാദെ ഞാൻ ഒരു കാര്യം പറയാം. സ്വാർത്ഥ താല്പര്യം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനതയെ മുഴുവൻ ബന്ദിയാക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനതയെ മുഴുവൻ ബന്ദിയാക്കുകയും അതിന്റെ മറവിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തി പൊതുസ്വത്തുകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ചർച്ച അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. സമയപരിമിതി ഉണ്ട്. ശ്രീ BRM ഷഫീർ, ഒപ്പം CR നീലകണ്ഠൻ, ശ്രീ N ഷംസീർ, CS ജോസ്, ശ്രീ ഡിജോ കാപ്പൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടുഡേ കാണാം. നമസ്കാരം.